ഓണസ്റ്റ്ലി ഇതിനകത്ത് ഏത് കളറാണ് ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു പാലറ്റാണ് കേട്ടോ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ വേറെ കുറച്ച് ഡിസൈൻസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോസ്റ്റ്ലി കളേഴ്സൊക്കെ ഏകദേശം സെൽ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഗീചാറ്റസ് ഓഫ് ഫിനിഷിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും സാരീസ് നമുക്കൊരു ഒക്കേഷണൽ വെയർ ആയിട്ട് വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇങ്ങനെ നമ്മളടുത്ത് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഫാബ്രിക്കിൻ്റെ സൽവാർ സെറ്റ്സ് ഒരു വെഡിങ് വെയറിനാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ആൻഡ് ഇതിനകത്ത് ഇപ്പം ന്യൂ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഐ ലവ് ദ പാറ്റേൺ. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള സെറ്റൂൺ ബോട്ടം ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചാണ് ബെസ്റ്റ് പാർട്ട്. ഓൺലി 2299. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റേഞ്ചിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് യു ഡോണ്ട് ഹാവ് ടു ബേൺ യുവർ പോക്കറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ലുക്ക് സ്റ്റണിങ്. ഭയങ്കര ഭംഗിയുള്ള ട്രഡീഷണൽ കളർ പാലറ്റിൻ്റെ അകത്താണ് ഈ ഒരു കളക്ഷൻ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. ഈ പാറ്റേണിൽ ഇപ്പം നമുക്കൊരു സ്മാർട്ട് നെക്ക് പാറ്റേൺസിൽ വേണമെങ്കിൽ പോവാം, ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ അകത്ത് പോകണമെങ്കിൽ പോവാം. ഇഷ്ടമുള്ള ജ്വല്ലറി നമ്മൾ പെയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു നെക്ക് ലൈനും ഇപ്പോൾ ഒരു ചെട്നാട് പോലത്തെയുള്ള ജ്വല്ലറി കൈൻഡിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ഒരു വെഡിങ് ലുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇതിൻ്റെ ഫാബ്രിക് വിഡ്ത്ത് ഒരുപാട് കൂടുതലല്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്ലീവ്സിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ബാക്ക് പാനലിലും വരുന്നുണ്ട് ഈ ഒരു ഹെംലൈനായിട്ടുള്ള ഒരു ബോർഡർ. ആൻഡ് സ്ലീവിനും ഹെംലൈനിന് നല്ല ഇപ്പം ഈവൻ ഇഫ് യു വാണ്ട്, നമുക്ക് പൊതുവേ സൽവാർ സെറ്റ്സിൽ നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് നമുക്കൊരു റിസ്റ്റ് ലെങ്ത് ഈസി ആയിട്ട് നമുക്ക് ഫുൾ സ്ലീവ് പറ്റും കേട്ടോ. ഫുൾ സ്ലീവ് പറ്റും. ഇപ്പം നമുക്ക് ചുടി ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ സ്ലീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാനൽ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ചുടിയുടെ അവിടെ നമ്മൾ അറിയത്തില്ല, നമുക്ക് ആ ഒരു പാനലിങ് അവിടെ ഒരു ജോയിനിങ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തുമില്ല. അപ്പം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ബോഡി ഫുള്ളായിട്ട് ആ ഒരു സെറി പാറ്റേണിൻ്റെ വീവിങ് സ്റ്റൈൽ വന്നിട്ടുമുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി കളേഴ്സും കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടുകൊണ്ട് പോകാം കേട്ടോ. ഞാൻ ഫുള്ള് ദുപ്പട്ടയൊക്കെ ഓപ്പൺ ചെയ്യുന്നില്ല. യു ക്യാൻ ഫിഗർ ഔട്ട് ദ കളർ ബൈ ജസ്റ്റ് ഓപ്പണിങ് ദ ടോപ്പ്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. നല്ലൊരു നമ്മുടെ പട്ടിൻ്റെ ഒക്കെ റെഡ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. രണ്ട് സൈഡിലും ആഞ്ചൽ പോർഷനിൽ ഒരേപോലെ തന്നെ ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് ദെൻ ബ്ലാക്ക്. ഒരു ഈവനിങ് റിസപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലതാണ്. പിന്നെ മോർണിംഗ് ടൈമിനും ആക്ച്വലി ബ്ലാക്ക് ഇസ് ഗുഡ്. അത് നമ്മളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പോലെയാണല്ലോ. നമുക്കത് ചിലർക്ക് അത്ര പ്രിഫറബിൾ ആവുന്നില്ല. അതൊരു ഓസ്പീഷ്യൽ ഒക്കേഷൻസിന് ബ്ലാക്ക് സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം ഇപ്പം ടേംസ് ഓഫ് ചേഞ്ച്ഡ് ലോട്ട്. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടം. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ കളക്ഷനിലും ഈ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു ടാസിൽ. ആ ഒരു ഓവർലാപ്പ് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ആ സെൽഫ് ത്രെഡിനെ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ടാസൽസ് അറ്റാച്ച് ചെയ്തേക്കുവാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡിൻ്റെ അകത്താണ്. ഇതാണ് അതിൻ്റെ ലുക്ക്. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോൺട്രാസ്റ്റ് ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ സ്പെഷ്യലി എമറാൾഡ്. അതിപ്പം ലൈറ്റ് പിങ്ക് ആണെങ്കിലും റാണി പിങ്ക് ആണെങ്കിലും ആക്ച്വലി ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിരിക്കും. മോസ്റ്റ്ലി ചിലപ്പം ആദ്യം സെലൗട്ട് ആവാൻ ചാൻസസ് വരുന്ന ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. ദിസ് ഇസ് കിങ് ഫിഷർ ബ്ലൂ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടോണാണ് കേട്ടോ. നല്ലൊരു ലവ്ലി കളറാണ്. അതൊരു ട്രിക്കി കളറാണ്. അതിനകത്ത് കോമ്പിനേഷൻസിൻ്റെ അകത്ത് അത് നമ്മളൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ കം ഹിയർ ലൈക്ക് ചെക്ക് ഇറ്റ് ഔട്ട്. ഒന്ന് ഷെയ്ഡൊന്ന് വെച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം. ഈ കളർ ബാക്കി കളേഴ്സൊന്നും ലൈക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരത്തില്ല. നമുക്ക് എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ്. അതാണ് എൻ്റെ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ആൻഡ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ. റെഡി ടു ഡിസ്പാച്ച് ആണ്. വെഡിങ് ലുക്സിന് പെർഫെക്റ്റ് ആണ്.
സാരീസ് അധികം കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിലും. ആൻഡ് പിന്നെ നമുക്ക് വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ലൈക്ക് യു ഹാവ് എ ന്യൂ ബോൺ ഓർ ടോഡ്ലർ അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുമ്പോഴും ഒരുപാട് പേർക്ക് സൽവാർ സെറ്റ്സ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഇത് നമുക്ക് ഒരു LVയുടെ കോഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്, 2299 റേഞ്ചിൽ. സമ്മർ എന്ന് പറയുമ്പം ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് കോട്ടൺസ് ആയിരിക്കും. സമ്മർ ടൈമിന് പറ്റിയ കോട്ടൺ കളക്ഷനാണ് എന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ വേറെ വയ്ക്കുന്ന ഒരു കോഡ് സെറ്റ് പോലത്തെ വന്നിട്ടുള്ളൊരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ആൻഡ് ബോഡിയിൽ നമുക്ക് ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ പ്രിൻ്റായിട്ട് തോന്നും, പക്ഷേ പ്രിൻ്റ് മാത്രമല്ല, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മിറർ, ചെറുതായിട്ടൊരു മിറർ വർക്കും പിന്നെ ഒരു ഹാൻഡ് എംബ്രോയിഡറിയിൽ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് നമുക്കൊരു എ ലൈനിലാണ് ടോപ്പ് വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ബോട്ടം വരുന്നത് ഒരു ഫിഷ് കട്ട് പോലത്തെ ഒരു സ്റ്റൈലാണ് വന്നേക്കുന്നത്. ആൻഡ് നോർമലി മീഡിയം സൈസ് എടുക്കുന്നവർ ഒരു സൈസ് അപ്പാക്കി എടുക്കണം കേട്ടോ. ലാർജ് എടുക്കുമ്പോഴായിരിക്കും കറക്റ്റ് ഫിറ്റ് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു വൈറ്റ് ആണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡ് ഔട്ട് ആകാത്ത ഒരു കളറാണ്. ഈ വൈറ്റിൽ മൾട്ടി കളറിൽ വന്നിരിക്കുന്ന ഒരു ബ്ലാക്കും പിന്നെ ഒരു റെഡ് കളേഴ്സും പിന്നെ ഒരു ബ്ലൂവിൽ വന്നിരിക്കുന്ന ത്രെഡ് വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവിൻ്റെ പോർഷനിലും ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങും പാനൽ കട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങും പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രിൻറ്റും എംബ്രോയിഡറിയാണ് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കിൽ സോളിഡായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ്. എല്ലാം നമുക്ക് വൈറ്റ് കളേഴ്സിൽ തന്നെ വന്നിട്ടുള്ളത്. എല്ലാം വൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് മാത്രമേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൈനെക്കാണ് കോളറിൽ വന്നിട്ടുള്ളത്. ദിസ് ഈസ് ലുക്ക് ആൻഡ് ബോട്ടം. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് പെട്ടെന്ന് കാണുമ്പോൾ പ്രിൻറ്റ് മാത്രമേ വരത്തുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രിൻറ്റ് മാത്രമല്ല, ഇതിൽ നമുക്ക് ഒന്ന് ചേട്ടാ ഒന്ന് അടുത്ത് കാണിക്കണേ. ഇവിടെ നിന്ന് കട്ട് ചെയ്യണം ചേട്ടാ, ഇവിടെ നിന്ന് തുടങ്ങിയത്. ആൻഡ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് മാത്രമായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ പ്രിൻറ്റ് മാത്രമല്ല, അതിലൊരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൂടെ, ഹാൻഡ് എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ പോർഷനിലും ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ്. എല്ലാത്തിലും കുറച്ചൊന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളേഴ്സാണ് കൊടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോട്ടം. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ സ്മോൾ സൈസ് എടുക്കുന്നവർ മീഡിയം സൈസ് അപ്പാക്കി എടുക്കാൻ നോക്കണം. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് MRC 106, പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1259. ചെക്ക് വെബ്സൈറ്റ് www.aham.store. ഈ സാരിയുടെ ലുക്കും ഫോളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫാബ്രിക് ഏതാണെന്ന വീഡിയോയിൽ തന്നെ ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇറ്റ്സ് നൺ അതർ ദാൻ ടസർ. വെയ്റ്റ്ലെസ് ടസേഴ്സ് ആൻഡ് പ്രിന്റഡ് ലുക്ക് വിത്ത് സെറി ബോർഡർ. അപ്പം പ്യോർ ടസറിന്റെ അകത്ത് വളരെ ലൈക്ക് അൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടാണ് എപ്പോഴും പ്യോർ ടസേഴ്സ് തരുന്നത്. അപ്പോൾ വി ഹാവ് ദാറ്റ് ആൻഡ് ഇൻ ബ്യൂട്ടിഫുൾ ഡിഫറെന്റ് പ്രിന്റ്സ്. ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റൈല് വരുന്നുണ്ട്, അതിനെ കുറിച്ച് കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ആൻഡ് ദെൻ ദിസ് ഫ്ലോറൽ ലുക്ക് ആസ് വെൽ. സോ what is your like Indian ethnic prints in the look വരുന്നുണ്ട്. ആൻഡ് ദെൻ ഫ്ലോറൽ ഫെമിനിൻ എനർജി വരുന്ന പ്രിന്റ്സും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ആ ഒരു ബോർഡർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ആന്റി ഗോൾഡൻ സെറി പാറ്റേൺ. ആൻഡ് ഇത് ആക്ച്വലി ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് having this beautiful pallu, traditional palluവിന്റെ ലുക്ക് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് വന്നിട്ട് ഒരു ടെക്സ്ചേർഡ് പ്രിന്റ് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല രസമായിരിക്കും. ഒരു കോമ്പിനേഷൻ ഇസ് പ്രിറ്റി നൈസ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ വെയർ ഫോർ യുവർ എവറിഡേ വെയർ. ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് എവറിഡേ വെയർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ
like I've seen people wearing it, like shopping അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും I've seen people wearing this. അത് അവരുടെ ഒരു പേഴ്സണൽ സ്റ്റൈലാണ്. പിന്നെ നമുക്ക് ഒരു ഒക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് വെയർ ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയുള്ള സാരീസ് ആണ്. ആൻഡ് ദ കംഫർട്ട് ഡെഫിനറ്റ്ലി സിംഗിൾ ലെയർ ആണെങ്കിലും നല്ലതാണ്, നമ്മൾ പടിക്ക് കുത്തി കൊടുക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര മാനേജബിൾ ആണ് ടസർ. ലൈക്ക് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കൺസേൺ വരെയില്ല. നമ്മൾ സാരീസ് എപ്പോഴും വെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം, ലൈക്ക് ചില സാരീസ് നമുക്ക് അത് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഇൻകൺവീനിയൻറ്റ് ഫീൽ വരും. ടസസ് ആർ ഓൾവേസ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ ദിസ് ഇസ് വൺ ലുക്ക്. ആൻഡ് അതിന്റെ തന്നെ നെക്സ്റ്റ് ഒരു കളർ വേരിയേഷൻ ആണ് ഇത് വരുന്നത്. മുന്നേ കണ്ടതിനകത്തൊരു ലെമൺ ഗ്രീനിന്റെയും ലീഫ് ഗ്രീനിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആൻഡ് ദിസ് ഇസ് ഗോട്ട് ദിസ് റോയൽ ബ്ലൂ കോൺട്രാസ്റ്റ്. അതിന്റെ പോലെ തന്നെയാണ് ഇതിനകത്തും ബ്ലൗസ് വന്നിരിക്കുന്നത്. ഒരു അബ്സ്ട്രാക്ട് ടെക്സ്ചർ ഫീൽ ആണ് കൊടുത്തേക്കുന്നത്. This is the look. And then we have another ഷെയ്ഡ്. ഫസ്റ്റ് ഷെയ്ഡിന് സിമിലർ ആണ്. ഇതിൻ്റെ അകത്ത് ഒരു കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് ആണെന്നുള്ളത് വരുന്നുള്ളൂ. വെരി ലൈറ്റ് വെയിറ്റ്, ബേസിക്കലി വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി. അതെ ഞാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ലുക്ക്, അതിൻ്റെ ബ്ലൗസ് എങ്ങനെയാ പറഞ്ഞാൽ കൂടി നമുക്ക് നോക്കാം. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസ് ഗ്രഡേഷൻ ഓഫ് ദ പ്രിന്റ്. താഴെന്ന് ഒരു ലുക്ക്, അതിന് തൊട്ട് മുകളിൽ വേറെ ഒരു ലുക്ക്, അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞു പ്രിന്റിന്റെ ആയിട്ടുള്ള ഒരു ഗ്രഡേഷൻ. അത് ഭയങ്കര രസമായിട്ടാണ് വരുന്നത്. ആൻഡ് അതിന്റെ ബ്ലൗസ് വന്നിട്ട് സോളിഡുമാണ് കേട്ടോ. ദിസ് ഇസ് എ ബർഗൻഡി വയലറ്റ് ഷെയ്ഡ് ആൻഡ് വെയറിംഗ് എ ഓലിവ് ഗ്രീൻ ടോൺ. ദെൻ വി ഹാവ് നേവി ബ്ലൂ. അപ്പർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു എംറ്റി സ്പേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ക്ലാസ്സിയാണ് വെയർ ചെയ്യുമ്പോഴത്തേക്കൊക്കെ. സൂട്ടബിൾ ഫോർ ദാറ്റ്, ലൈക്ക് ചിലരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഉള്ളത്, വെരി ഇമ്പോർട്ടൻറ്റ് വെരി സീരിയസ് പേഴ്സണാലിറ്റീസ് ഒക്കെ വരുന്നവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. സാരി ആക്ച്വലി ടെൽസ് യു ദാറ്റ് ഒരു ഭയങ്കര കോൺഫിഡൻറ്റ് ലുക്കാണ് നമുക്ക് വെയർ ചെയ്യുമ്പോഴും തരുന്നത്. ജെറ്റ് ബ്ലാക്ക് അല്ല, ടസേഴ്സിനകത്ത് ജെറ്റ് ബ്ലാക്ക് വരാറില്ല. നമുക്ക് ആ ഒരു ടസറിനകത്ത് ഡൈ പിക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് വരത്തില്ല. ദിസ് ഇസ് ദി ഷെയ്ഡ്. കംഫർട്ടബിൾ ടസേഴ്സ്, പ്യുവർ ടസറിനകത്ത് പ്രിന്റഡ് ലുക്ക് അറ്റ് 8078.